പണ്ട് നിബിഡ വനത്തിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു പാവപ്പെട്ട മരംവെട്ടുകാരൻ താമസിച്ചിരുന്നു. കാട്ടിൽ നിന്ന് മരം വെട്ടി ചന്തയിൽ വിറ്റ് ഉപജീവനം നടത്തിയിരുന്നു. ഒരു ദിവസം ഒരു നദിക്ക് സമീപം മരം മുറിക്കുമ്പോൾ രാമുവിന്റെ കോടാലി അവന്റെ കയ്യിൽ നിന്ന് വഴുതി വെള്ളത്തിൽ വീണു. നദി ആഴമുള്ളതായിരുന്നു, അത് വീണ്ടെടുക്കാൻ അവന് കഴിഞ്ഞില്ല. പുതിയ മഴ വാങ്ങാൻ പണമില്ലാത്തതിനാൽ രാമു കരഞ്ഞുകൊണ്ട് നദിക്കരയിൽ ഇരുന്നു. പെട്ടെന്ന് നദിയിൽ നിന്ന് ഒരു യക്ഷി പ്രത്യക്ഷപ്പെട്ടു. എന്തിനാണ് കരയുന്നതെന്ന് അവൾ രാമുവിനോട് ചോദിച്ചു. രാമു തന്റെ ദുരവസ്ഥ വിശദീകരിച്ചു. ഫേറി അവനെ സഹായിക്കാൻ തീരുമാനിച്ചു. അവൾ നദിയിൽ മുങ്ങി ഒരു സ്വർണ്ണ മഴുവുമായി വന്നു. ഇതാണോ നിങ്ങളുടെ കോടാലി? അവൾ ചോദിച്ചു. രാമു തലയാട്ടി മറുപടി പറഞ്ഞു, ഇല്ല, അത് എന്റേതല്ല. ഫേറി വീണ്ടും നദിയിലേക്ക് പോയി വെള്ളി കോടാലിയുമായി മടങ്ങി. ഇതാണോ നിങ്ങളുടെ കോടാലി? അവൾ വീണ്ടും ചോദിച്ചു. രാമു ഒന്നുകൂടി തലയാട്ടി. ഇല്ല, അതും എന്റേതല്ല. ഫേറി ഒരിക്കൽ കൂടി നദിയിൽ മുങ്ങി ഇരുമ്പ് കോടാലിയുമായി വന്നു. ഇതാണോ നിങ്ങളുടെ കോടാലി? അവൾ ചോദിച്ചു. രാമുവിന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അതെ, അത് എന്റേതാണ്, അവൻ ആക്രോശിച്ചു. രാമുവിന്റെ സത്യസന്ധതയിൽ ഫേറി മതിപ്പുളവാക്കി. അവന്റെ സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലമായി അവൾ അവന്റെ ഇരുമ്പ് കോടാലി മാത്രമല്ല സ്വർണവും വെള്ളിയും കോടാലിയും നൽകി. രാമു സന്തോഷത്തോടെ വീട്ടിലെത്തി പുതിയ മഴുവുമായി തന്റെ ജോലി തുടർന്നു. അദ്ദേഹത്തിന്റെ സത്യസന്ധതയും കഠിനാധ്വാനവും അദ്ദേഹത്തെ ഗ്രാമത്തിൽ അഭിവൃദ്ധിയും ആദരവുമുള്ളവനാക്കി.